പണ്ടൊരു അച്ഛൻ ഒരു പള്ളിയിൽ നല്ലൊരു സുവിശേഷ പ്രസംഗം നടത്തി. അച്ഛൻ നല്ല ഇടയനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. അത് അവസാനം പറഞ്ഞു, ആ നല്ല ഇടയൻ ഞാനാണ്. അതോടെ എല്ലാം പോയി. യേശുവിന്റെ പഠനങ്ങളാണ് ഞാൻ പ്രഘോഷിക്കേണ്ടത്, അല്ലാതെ എന്റെ ചിന്തകളോ എന്റെ ആശയങ്ങളോ അല്ലെങ്കിൽ എന്നെ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനോ അല്ല ഞാൻ വ്യഗ്രത കാണിക്കേണ്ടത്. മുത്തം കൊടുത്തു, 30 വെള്ളി നാണയങ്ങൾ മേടിച്ചു. അതാണ് യൂദാസിന്റെ പിൻഗാമികള് ഇന്ന് അനുവർത്തിക്കുക. തിരുപ്പട്ടം എന്ന കുദാശയിലൂടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന മെത്രാന്മാരും വൈദികരും, മാമോദീസ എന്ന കുദാശയിലൂടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന അൽമായരും PG ചെയ്തിരിക്കണം. PG എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നൊരു പരീക്ഷയല്ല, അല്ലെങ്കിൽ ഒരു പഠനമല്ല. PG എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക പ്രൊക്ലെയിം ദ ഗോസ്പൽ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈശോ, ഉത്തിതനായ ഈശോ നമുക്ക് ഒഴിവുകഴിവില്ലാതെ തരുന്ന ഒരു കൽപ്പനയാണത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ഇതിന് ആർക്കും ഒഴിവുകഴിവില്ല. പ്രൊക്ലെയിം ദ ഗോസ്പൽ, അതാണ് PG എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. പ്രൊക്ലെയിം ദ ഗോസ്പൽ, അത് എല്ലാ മെത്രാന്മാരും അച്ഛന്മാരും അൽമാരും ചെയ്തു വെക്കൂ. സഭയിലെ എല്ലാ അംഗങ്ങളും അത് ചെയ്തു വെക്കൂ. സഭയ്ക്കുള്ള ദൗത്യമാണ് ഉത്തിതനായ ഈശോ നൽകുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. മർക്കോസ് 16:15 മറക്കരുത്. ഇനി ഈ PG ചെയ്യാൻ പോകുമ്പോൾ PM വരാതെ സൂക്ഷിക്കണം. എന്താണ് PM എന്നറിയാവോ? പ്രൊജക്ട് മൈസെൽഫ്, എന്നെ തന്നെ പ്രൊജക്ട് ചെയ്യാം. പണ്ടൊരു അച്ഛൻ നല്ലൊരു സുവിശേഷ പ്രഘോഷണം നടത്തി. ഒരു പള്ളിയിൽ നല്ലൊരു സുവിശേഷ പ്രസംഗം നടത്തി. ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമായി. അച്ഛൻ നല്ല ഇടയനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി രക്തം ചിന്തുന്നു, ജീവൻ സമർപ്പിക്കുന്നു, എല്ലാം ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. അത് അവസാനം പറഞ്ഞു, ആ നല്ല ഇടയൻ ഞാനാണ്, ആ നല്ല ഇടയൻ ഞാനാണ്. അതോടെ എല്ലാം പോയി. പ്രൊജക്ട് മൈസെൽഫ്, PM, അത് വരാതെ സൂക്ഷിക്കണം. PG ചെയ്യുമ്പോൾ പ്രൊക്ലെയിം ദ ഗോസ്പൽ, അത് യേശുവിന്റെ സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത്. സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന യേശുവിന്റെ പഠനങ്ങള്, ബൈബിളിലൂടെ കൈമാറി വരുന്ന യേശുവിന്റെ പഠനങ്ങള്, ഇത് ജീവിക്കണം, വരും തലമുറയ്ക്ക് കൈമാറണം. ആ പ്രഘോഷണമാണ്, യേശുവിന്റെ പഠനങ്ങളാണ് ഞാൻ പ്രഘോഷിക്കേണ്ടത്, അല്ലാതെ എന്റെ ചിന്തകളോ എന്റെ ആശയങ്ങളോ അല്ലെങ്കിൽ എന്നെ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനോ അല്ല ഞാൻ വ്യഗ്രത കാണിക്കേണ്ടത്. ഞാൻ യേശുവിനെയാണ് മറ്റൊരു മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. PG, പ്രൊക്ലെയിം ദ ഗോസ്പൽ, നോട്ട് പ്രൊജക്ട് മൈസെൽഫ്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. PG ചെയ്യുമ്പോൾ അതെന്താണെന്നറിയാവോ? BM വരാതെ സൂക്ഷിക്കണം, CM വരണം. എന്താ BM വരാതെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ബിസിനസ് മൈൻഡ്. BM, ബിസിനസ് മൈൻഡ് കടന്നുകൂടരുത് നമ്മുടെ മനസ്സിൽ. CM വരണം, ക്രിസ്ത്യൻ മൈൻഡ് വരണം. എന്താണ് ഈ ബിസിനസ് മൈൻഡ്? കച്ചവടം നടത്തുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുക? എന്ത് നേട്ടം എനിക്ക് കിട്ടും, അല്ലാണ്ട് നാട്ടുകാർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലല്ലോ നമ്മൾ ചിന്തിക്കുക. എന്ത് നേട്ടം എനിക്ക് കിട്ടും? ക്രിസ്ത്യൻ മൈൻഡ് എന്താണെന്നറിയാം? ക്രിസ്തുവിന്റെ മനസ്സ്. എന്ത് മറ്റുള്ളവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും, അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. യൂദാസ് കറിയോത്താക്കി BM ആയിരുന്നു, ബിസിനസ് മൈൻഡ്. യേശുവിന് ഒരു മുത്തം കൊടുത്താൽ എനിക്ക് കിട്ടും 30 വെള്ളി നാണയങ്ങള്. ഇപ്പൊ എനിക്ക് കിട്ടും. ഉടനെ മുത്തം കൊടുത്തു, 30 വെള്ളി നാണയങ്ങൾ മേടിച്ചു. അതാണ് യൂദാസിന്റെ പിൻഗാമികള് ആയ വ്യക്തികള് ഇന്ന് അനുവർത്തിക്കുക. പക്ഷേ ഈശോയുടെ ക്രിസ്ത്യൻ മൈൻഡ് ഉണ്ടെങ്കിൽ എന്തെനിക്ക് കൊടുക്കാൻ പറ്റും, അതാണ് ഈശോയുടെ ചിന്ത. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തന്മാർക്ക് സൗഖ്യം കൊടുത്തു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, വിശക്കുന്നവർക്ക് 5 അപ്പം പെരുപ്പിച്ച് അപ്പം ഭക്ഷിക്കാൻ കൊടുത്തു, മരിച്ച പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തു, മരിച്ച യുവാവിന് ജീവൻ കൊടുത്തു, മരിച്ച ലാസറിന് ജീവൻ കൊടുത്തു. അവസാനം തന്റെ ശരീരവും രക്തവും 2 പാത്രങ്ങളിലാക്കി, കാസയിലും പിലാസയിലാക്കി, അതും കൂടി പങ്കിട്ട് കൊടുത്തിട്ടാണ് ഈശോ ഉത്ഥാനം ചെയ്തത്. അപ്പൊ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, ഇതാണ് CM, ക്രിസ്ത്യൻ മൈൻഡ്. PG ചെയ്യുന്ന നമുക്ക്
ഗോസ്പൽ പ്രൊക്ലെയിം ചെയ്യുന്ന, സുവിശേഷം പ്രഘോഷിക്കുന്ന നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഈ CM മനോഭാവമാണ്. എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലാതെ BM മനോഭാവമല്ല, ബിസിനസ് മൈൻഡ് അല്ല, എന്തെനിക്ക് നേട്ടം കിട്ടുന്നുള്ളതല്ല, എന്തെനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് H2O ടെൻഡൻസിയാണ്. H2O എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാമെങ്കിൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. 24 മണിക്കൂറും ജാതിയും മതവും നോക്കാതെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ. അപ്പ എന്ന് വിളിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ ജാതി മതം നോക്കാതെ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ആ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. അപ്പ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തെ, എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർത്താവിന് വേണ്ടി ഈ സുവിശേഷ പ്രഘോഷണം നടക്കുന്നത്. നമ്മള് വചനപ്രഘോഷത്തെ കുറിച്ച് പറയുമ്പോൾ 2 തലമുണ്ട്. ഒന്ന് പ്രാർത്ഥന, ഒന്ന് പ്രവർത്തനം. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ലൂക്ക 1:37 പറയുന്നില്ലേ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല, ഇതാ കർത്താവിന്റെ ദാസി. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കേണ്ടത്. ഇതാ കർത്താവിന്റെ ദാസൻ. അതുപോലെ തന്നെ ഗെത്സമനിലെ കർത്താവിന്റെ അരികിൽ ആ പാറായ്മ കയ്യിൽ മുട്ടൊക്കെ കുത്തിന്ന് പ്രാർത്ഥിക്കണം. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രാർത്ഥന ശൈലി അതായിരിക്കണം. മാതാവിനോട് ചേർന്ന് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥന 2 വിധമുണ്ട്. ഒന്ന് ചുണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന, 2 ചെവി കൊണ്ടുള്ള പ്രാർത്ഥന. ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാധ്യസ്ഥനെ അയച്ച് പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥനെ അയച്ച് പ്രാർത്ഥിക്കണം. ഇനി വേറെ ഈ പ്രാർത്ഥന രീതി ഉണ്ടല്ലോ, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ദൈവത്തിന്. 1 തെസ്സലോനിയൻസ് 5:17 പറയുന്നുണ്ടല്ലോ, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുക. അതൊക്കെ ചുണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇനി ചെവി കൊണ്ടുള്ള പ്രാർത്ഥനയാണ് വചനം ശ്രവിക്കുക. അത് ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഇവിടെ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. 2 രീതിയിലുള്ള സംസാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ചുണ്ടുകൊണ്ടുള്ള ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം എന്നോട് ചെവിയിലേക്ക് സംസാരിക്കുന്നു വചനം കേൾക്കുമ്പോൾ. ഈ പ്രാർത്ഥന സുവിശേഷ പ്രഘോഷത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു പള്ളിയിൽ ചെന്ന് ഞാൻ പ്രസംഗം പറഞ്ഞു. അപ്പൊ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു, മക്കളെ, പിതാവിന്റെ മേശപ്പുറത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഒരു മീനായിട്ടിരുന്ന ഒരു ഗോൾഡൻ ഫിഷ്, അത് എപ്പോഴും ഇങ്ങനെ ചുണ്ടാനിക്കൊണ്ടിരിക്കും, എപ്പോഴും രാവും പകലും. അതുപോലെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് വീടുകളിലൊക്കെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഒരു വീട്ടിൽ കുട്ടികളോട് ചോദിച്ചു, പിതാവ് എന്താണെന്ന് പ്രസംഗത്തിൽ പറഞ്ഞെന്ന് അറിയാവോ? മീൻ്റെ ചുണ്ട് പോലെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. അത് കൊച്ചു ഓർത്തിരിക്കുന്നുണ്ട്. ഇടവിടാതെ പ്രാർത്ഥിക്കണം നമ്മൾ. വചന പ്രഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമുക്ക് ശക്തി പകരുക. ഇനി 2ാമത്തെ ഭാഗമാണ് പ്രവർത്തനം. ആ പ്രവർത്തനം 2 രീതിയിലാണ്. ഒന്ന്, കാതുകളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കണം, ചെവിയിലേക്ക് പ്രഘോഷിക്കണം. 2, കണ്ണിലേക്ക് സുവിശേഷം പ്രഘോഷിക്കണം, മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക്. എങ്ങനെയാണ് കാതുകളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുക, അല്ലെങ്കിൽ ചെവിയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുക? നമുക്കറിയാം, സഭയുടെ ദൗത്യതാണ് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. മറക്കരുത്, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. യേശുവിന്റെ പഠനങ്ങള് എന്റെ പഠനങ്ങളല്ല, യേശുവിന്റെ പഠനങ്ങള്, സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന യേശുവിന്റെ പഠനങ്ങള്, സുവിശേഷം ബൈബിളിലൂടെ കൈമാറി വരുന്ന യേശുവിന്റെ പഠനങ്ങള്, അത് പഠിപ്പിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. മറ്റുള്ള കാതുകളിലേക്ക് അത് എത്തിക്കണം. അതുപോലെ വിശുദ്ധീകരിക്കുക, എന്നെ തന്നെ കുദാശകളിലൂടെ വിശുദ്ധീകരിക്കണം, മറ്റുള്ളവരെ കുദാശകളിലൂടെ വിശുദ്ധീകരിക്കണം. പോരാ, ഇനി നയിക്കണം, യേശുവിലേക്ക് നയിക്കണം. എന്നിലേക്ക് നയിക്കരുത്, മറ്റുള്ളവരിലേക്ക് നയിക്കരുത്. ആളുകളെ യേശുവിലേക്ക് നയിക്കണം. അവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. യേശുവിലേക്ക് നയിക്കുമ്പോൾ സഭയോടൊത്ത് നയിച്ചെങ്കിലാണ് യേശുവിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒരിടത്തേക്കാണ് എത്തുക. അപ്പോൾ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. കാതുകളിലേക്ക് പഠിപ്പിക്കണം. ഇനി കണ്ണുകളിലേക്ക് എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കുക? കണ്ണുകളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നത്, ഞാനൊരു കാര്യം പറയാം. ദൈവം അന്ത്യവിധി നാളില് നമ്മുടെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ട്. ആ ചോദ്യ പേപ്പർ ഈശോ സൂത്രത്തില് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് 35 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗത്ത് അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്താ ചോദ്യങ്ങൾ എന്നറിയാവോ? 40-ാം തിരുവചനം പറയുന്നു, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. 6 ചോദ്യങ്ങളാ, 10 മാർക്ക്. 60-ലാണ് ഫുള്ള്. 30 കിട്ടിയ പാസ്സാവും, അതിൽ താഴെ പോയാൽ തോൽക്കും. 1-ാമത്തെ ചോദ്യം,
എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചോ? 6 ചോദ്യങ്ങള്, 10 മാർക്ക്, 60 മാർക്ക്. 30 കിട്ടിയ ജയിക്കും, സ്വർഗത്തിൽ പോവാം. താഴെ പോയ തോൽക്കും, നരകത്തിൽ പോവാം. അന്ത്യവിധിവാചകം, ആ ചോദ്യ പേപ്പർ ഈശോണ് നമുക്ക് ചോർത്തി തന്നിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നവൻ ഭാഗ്യവാൻ. അതനുസരിച്ച് ജീവിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് ഉത്തരം എഴുതുന്നവൻ ഭാഗ്യവാൻ. ഇതാണ് കണ്ണുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം. നമ്മള് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-37 തിരുവചനങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, നല്ല ശമരായ രൂപമരുളി ചെയ്തുകൊണ്ട് നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. അവശനെ എടുത്ത് മരുന്ന് വെച്ച് കെട്ടി കൊടുത്ത് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്ന് ആക്കില്ല. അതാണ് സുവിശേഷ വേല, കണ്ണുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം. അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർ മനസ്സിലാക്കും, ഈശോ പറഞ്ഞ് ഇതൊക്കെയാണ് അല്ലേ എന്ന് മനസ്സിലാക്കും. കണ്ണുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം, മറ്റേത് കാതുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം. അപ്പൊ നമ്മള് അന്ത്യവിധിവാചകം ചോദ്യ പേപ്പർ മുൻകൂട്ടി കിട്ടി, അത് ഈശോ ചോർത്തി തന്നു. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് കണ്ണുകളിലേക്ക് സുവിശേഷ പ്രഘോഷണം നടത്താൻ നമുക്ക് സാധിക്കുക. എങ്ങനെ? പ്രാർത്ഥന, പ്രവർത്തനം, കണ്ണുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം, കാതുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണം. സഭയുടെ ദൗത്യം പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക. എന്റെ കാര്യങ്ങളല്ല പഠിപ്പിക്കേണ്ടത്, ഈശോയുടെ പഠനങ്ങൾ പഠിപ്പിക്കുക. സഭയുടെ ദൈവിക പാരമ്പര്യത്തിൽ കൈമാറി വരുന്ന കാര്യം പഠിപ്പിക്കുക, ബൈബിളിലൂടെ കൈമാറി വരുന്ന കാര്യം പഠിപ്പിക്കുക, യേശുവിലേക്ക് നയിക്കുക, സഭയോട് ചേർന്ന് നയിക്കുക. കുദാശകളിലൂടെ എന്നെ വിശദീകരിക്കുക, മറ്റുള്ളവരെ വിശദീകരിക്കുക. ഇനി ഇതിനൊക്കെ നമുക്ക് ഈ സുവിശേഷ പ്രഘോഷണത്തിന് PG ചെയ്യാനായിട്ട് നമുക്ക് ശക്തി തരുന്നത് എന്താണെന്നറിയാവോ? 3 കാര്യങ്ങളാ. ഒന്ന്, എനിക്ക് ഉറച്ച ബോധ്യമാണ് 3 കാര്യങ്ങളിൽ. ദൈവം എന്നെ ഉള്ളം കയ്യിൽ സംരക്ഷിക്കുന്നു, ദൈവം എന്നെ ഓരോ നിമിഷവും പരിപാലിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. ഈ ഉറച്ച ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ കുട്ടികളോട് പറയും, മക്കളെ കൈ ഇങ്ങനെ പിടിച്ചേ. യെശയ്യാ 49:16 പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിള്ളേരത് ഓർത്തിരിക്കും. പിന്നെ കുട്ടികളോട് പറയും, കൈ ഇങ്ങനെ കാണിച്ച്. മത്തായി 6:30-33 വയലിൽ ചെടികളെ നോക്കുക, ആകാശത്തിലെ പറവുകളെ നോക്കുക, നിന്നെ ദൈവം പരിപാലിക്കുന്നു, എന്നെ പരിപാലിക്കുന്ന ദൈവം. പിന്നെ പിള്ളേരോട് പറയും, കൈ ഇങ്ങനെ കാണിച്ച്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. എഫേസ്യൻസ് 1:3 ക്രിസ്തുവിൽ നിന്നെ അനുഗ്രഹിക്കുന്നു. അപ്പൊ എന്നെ പരിപാലിക്കുന്ന ദൈവം, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്നെ സംരക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ പരിപാലനയിലെ, സംരക്ഷണയിലെ, അനുഗ്രഹങ്ങളിലെ ഉറച്ച ബോധ്യം എനിക്കുണ്ടെങ്കിലാണ് എനിക്ക് ധൈര്യമായിട്ട് PG ചെയ്യാൻ സാധിക്കുക, പ്രൊക്ലൈം ദ ഗോസ്പൽ സാധിക്കുക, സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുക. ഞാൻ ഈ സുവിശേഷം പ്രഘോഷിക്കണം, അതെന്റെ ദൗത്യമാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദൗത്യമാണ്. ആ ഉറച്ച ബോധ്യം എല്ലാ മെത്രാന്മാർക്കും ഉണ്ടാകണം, എല്ലാ വൈദികർക്കും ഉണ്ടാകണം, എല്ലാ അൽമായർക്കും ഉണ്ടാകണം. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടി ഇക്കാര്യത്തിൽ മാധ്യസ്ഥം വഹിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.